ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രണ്ടാം ദിവസമാണ് വന്നിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ ഉണരുമ്പോൾ അതന്നെയാണ് കേട്ടോ മനസ്സിലുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് പോകണമല്ലോ എന്നുള്ള അപ്പോൾ അവിടെ പോയാൽ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും 2 ദിവസത്തിന് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ ദിവസം ഒന്ന് പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു വിഷമം അത് പിന്നെ അവിടെ പോയാൽ അങ്ങനെ അങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ അതാ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ജനൽ തുറന്നിട്ടപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നാണ് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് പിന്നെ നാളെ മുതൽ സ്കൂൾക്ക് പറഞ്ഞയക്കലും നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ ആലോചിക്കുമ്പോഴുള്ള ഒരു മടിയാണ് കേട്ടോ. അല്ലാതെ അവിടെ പോയാലും ബുദ്ധിമുട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല റാഹത്താണ്. അതൊന്നും ഇപ്പം ഇനി ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ. കല്യാണം കഴിച്ച് വിട്ടപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതാ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ ഉപ്പാൻ്റെ ഖുർആനോത്തും കേട്ടിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരിക. സുബഹിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരുപാട് നേരം ഇരുന്ന് ഖുർആനോത്തും മാഷാ അല്ലാഹ്. ഉപ്പാൻ്റെ ആ ഖുർആനോത്തൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു റാഹത്താണ് കേട്ടോ മനസ്സിന്. അപ്പോൾ ഉപ്പാൻ്റെ ഖുർആനോത്തും കേട്ടിട്ട് അങ്ങനെ സിറ്റ് ഔട്ടിൽ കുറേ സമയം ഇരിക്കൂട്ടാ. നല്ല മനസ്സിന് നല്ലൊരു റാഹത്താണ് ഉപ്പാൻ്റെ ഖുർആനോത്ത്, സുബഹിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഖുർആനോത്ത് ഇങ്ങനെ കേട്ടിരിക്കാൻ മനസ്സിന് നല്ലൊരു റാഹത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് വീഡിയോ എടുത്തത് പിന്നീട് നമുക്ക് പിന്നീട് അവിടെ പോയാലും ഇങ്ങനെ ഇവിടുത്തെ ഒരു 2 ദിവസം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതില്ലേ 2 ദിവസം ഇങ്ങനെ ഒരു മനസ്സിലൊരു ടെൻഷൻ ആയിട്ട് ഇവിടുന്ന് പോയാൽ. അപ്പം അങ്ങനെ ഇരുന്ന് കാണും ചെയ്യാലോ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേയും ഇപ്പോഴാണ് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ വന്നാൽ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ എടുക്കുന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ട് കാണും. പിന്നെ അതുപോലെ നമ്മളെ ഇവിടുത്തെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ നമ്മളെ ആങ്ങളമാരൊക്കെ ഇവിടെ ഒമാനിലാണ് കേട്ടുള്ളത്. അവർക്കൊക്കെ ഞങ്ങളുള്ള ഗ്രൂപ്പിൽ അവരൊക്കെ ഉള്ള ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഷെയർ ചെയ്യും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കും കാണാൻ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞത് എനിക്ക് ചാനലിൽ വ്ളോഗൊക്കെ ചെയ്തൂടെ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തൂടെ അങ്ങനെ ഒക്കെ പറയുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിന്നെ ചാനലിൽ ഇടാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇവിടെ 2 നാത്തൂമാരുണ്ട് കേട്ടോ. അവർക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവർ രണ്ടാളും ഇവിടെ ഇല്ല. അപ്പോൾ രണ്ടാളും അവരെ വീട്ടിലാണെങ്കിലും രണ്ടാളും അവിടുന്ന് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. മോംസ് വേൾഡ് ബൈ പാത്തൂസ് എന്നാണ് കേട്ടോ അവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ അതാ അമ്മ പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പത്തിരിക്ക് പൊടി വാട്ടുന്നുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് 2 ദിവസമായി വന്നിട്ട് എവിടേക്കും ഞങ്ങൾ പോയിട്ടില്ല. എളാപ്പാൻ്റെ മൂത്തപ്പാൻ്റെ വീടുകളും പിന്നെ കുഞ്ഞിമാരുടെ വീടുകളിലൊക്കെ ഒന്ന് പോവാറുണ്ട്. എല്ലാ പ്രാവശ്യവും വന്നാലും ഞങ്ങൾ എവിടെയൊക്കെ പോവാറുണ്ട്. 2 ദിവസത്തിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോവുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് പോവാം. പിന്നെ പോയാൽ എന്തായാലും എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ എന്തായാലും സമയം ഒരുപാടാവും. അപ്പോൾ പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി നിങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ചായ പരിപാടികൾ വേഗം നോക്കട്ടെ എന്ന് എത്തിയിട്ട് പിന്നെ ഞാനിവിടെ തേങ്ങ വറക്കുകയാണ്. ഇപ്പോൾ തേങ്ങ വറക്കൽ ഇതിപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ വറക്കുന്നത്. ഇനിയിപ്പോൾ അതാ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ പിന്നെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിങ്ങനെ പരത്തിയിട്ട് പൊടി തട്ടേ വേണ്ടുള്ളൂ. അപ്പോൾ നിതമോളിങ്ങനെ ഉരുളൊട്ടി കൊടുക്കുന്നുണ്ട്. ഓളത് പരത്തിയിട്ട് പൊടി തട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് അമ്മ അപ്പുറത്ത് നിന്നിട്ടത് പത്തിരി ചുടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പത്തിരി പരത്തുമ്പോൾ വല്യമ്മ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. വല്യമാനൊന്നും ഇപ്പോൾ വീഡിയോ കാണിക്കുന്നത് വല്യമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ വെറുതെ വല്യമാൻ്റെ മുന്നേക്ക് ഫോണായിട്ട് ചെന്നപ്പോൾ വല്യമ്മ പറഞ്ഞ് എനിക്കത് മരിച്ചാലും പൊരുത്തല്ല കേട്ടോ മാളെ എൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വല്യമാനൊന്നും കാണിക്കാത്തത്. പക്ഷേ വല്യമ്മ ഇങ്ങനെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ചിരിക്കണമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പത്തിരി ചൂടിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കറിയും പത്തിരിയൊക്കെ റെഡിയായി. ഒരു 8 മണി 8:30 ആയപ്പോഴത്തേന് ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പത്തിരി ആകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, 2-3 ആൾ ഇതിന് ആയിട്ടാണ്ട് മെനക്കിടുക എന്നുണ്ടെങ്കിൽ വേഗം സാധനം റെഡി ആവുമല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇരുന്നാൽ ഒരു സീറ്റ് പോരാന്നുള്ളൊരു തോന്നൽ ഞാനും താത്തയും കൂടിയിട്ട് പിന്നെ എന്താ ചെയ്ത് ഞങ്ങൾക്കുള്ള പത്തിരിയും ചായയൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ പുറത്തേക്ക് പറഞ്ഞാൽ വടക്കോറാണ്. ഞങ്ങളെ നാട്ടിൽ ഇതിന് വടക്കോറം വർക്ക് ഏരിയ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറയുക. അപ്പോൾ പല നാട്ടിൽക്കും പല രീതിയിലാവുമല്ലോ അങ്ങനെയൊക്കെ ഇതിന് പറയലല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. വടക്കോറത്തേക്ക് തന്നെയാണ് ഞങ്ങൾ പോണത്. അവിടെ കോഴിയും പൂച്ചയും ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടിരുന്ന് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചായ കൂടി കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പോകണമല്ലോ, പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പോയെങ്കിൽ ഒരു 1 മണിയാകുമ്പോഴത്തേനെങ്കിലും എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോകാൻ നോക്കുക വേഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പണികളൊക്കെ വേഗം തീർക്കുകയാണ്. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ നിതക്കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ.
പണികളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ അടിച്ചു വരുന്നുണ്ട്, താത്ത തുടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ അതൊന്നൊക്കെ പാടുന്ന ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒപ്പം ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ നടക്കും. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ഇവരാരും എടുക്കൂല കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്ന പണികളൊന്നും ഇതിൽ കാണാത്തത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും, ഇതിങ്ങനെ നടന്ന് ഫോണും പിടിച്ചിട്ടിട്ടാന്ന്. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവരാരും ഷൂട്ട് ചെയ്യില്ല. അതാണ് തന്നെ കാണാത്തത്. അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ ഇത് എന്താണ് പറയുക, പുത്തിരിച്ചുണ്ടാന്ന് പറഞ്ഞിട്ട് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വല്യമ്മനോട് ഞാൻ ചോദിച്ചത്, ഇതെന്തിനാണ് വല്യമ്മ അങ്ങനെ നിർത്തിയിരിക്കുന്നത്, ഇതുകൊണ്ട് ഇപ്പോൾ എന്തോ ഒരു ഗുണമുള്ളത്, ഇത് വഴുതനങ്ങയാണ് ചിട്ടാത്ര ഇവിടെ വളർത്തിയത്. പക്ഷേ പിന്നെയാണ് ഇത് പുത്തിരിച്ചുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വല്യമ്മനോട് ചോദിച്ചത്, ഇതിപ്പോൾ എന്താ, അതുകൊണ്ട് ഇപ്പോൾ എന്താ ഒരു ഗുണമുള്ളത്, ഇതാണ്ട് വെട്ടിയിട്ടൂടെ, ഒരു വഴുതനങ്ങയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു കായെങ്കിലും കിട്ടുമല്ലോ, ഇതുകൊണ്ട് ഇപ്പോൾ എന്താ ഒരു ഗുണമുള്ളതെന്ന് ചോദിച്ചപ്പോൾ വല്യമ്മ പറയണത്, മോളെ അത് മരിക്കണ സമയത്തുണ്ടല്ലോ ശ്വാസം ശരിക്ക് പോവാനൊക്കെ അത് കഷായം വെച്ച് കൊടുക്കും അത്ര, അപ്പോൾ അത് നല്ല സാധനമാണ് പറഞ്ഞു. അപ്പോൾ ഞാനും ഉത്താത്തൊക്കെ വല്യമ്മയോട് പറയും, മരിക്കണ സമയത്ത് ഇപ്പോൾ ഇത് കഷായം വെച്ച് കൊടുക്കാൻ കുത്തിരിക്കല്ലേ, എന്താ വല്യമ്മ അങ്ങക്ക് പറഞ്ഞിട്ട് അങ്ങനെ വല്യമ്മാനായിട്ട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഫസ്റ്റ് തന്നെ പോണത് കുഞ്ഞിമാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വല്യമ്മയൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. ഞാനൊക്കെ വളർന്ന് വന്നൊരു വീടാണ് കേട്ടോ ഇത്. ഞാനൊക്കെ കൂടുതൽ ഇവിടെ തന്നെ ഇരുന്ന് ഉണ്ടായിരുന്നത്. പിന്നെ വല്യമ്മയും വല്യപ്പൊക്കെ മരിച്ചുപോയി, അവരൊക്കെ ഇവിടെ ഇരുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് അവരൊക്കെ മരിച്ചു പോയത്. അപ്പോൾ കുഞ്ഞുമാൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ ഒന്ന് വന്നു പോയിട്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങറാണ്. കാരണം ഞാൻ എന്തോ ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ജീവിച്ച് വളർന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സിനൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, AKS ഫാമിലി എന്നാണ് ഇവരെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവിടെ നമ്മളിവിടെ വന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഭയങ്കര ചിറിയും കളിയും തമാശയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പുതിയ കിച്ചണാണ് കേട്ടോ. അവിടെ കിച്ചൺ ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുക്കാൻ വരണം വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ കിച്ചണൊക്കെ മാഷാ അല്ലാഹ് അടിപൊളിയാണ്. അങ്ങനെ കുറേ കളിയും ചിറിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അതാ കുഞ്ഞിമ്മ ചായയൊക്കെ കൂട്ടിയൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ ഒരു മൈക്ക് ഇരുന്നിരുന്ന് അതൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി കളിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ച്. പിന്നെ ഇനി വീട്ടിലേക്ക് വന്നാലും പോകാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇനി പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ താത്താക്കാണെങ്കിൽ അവിടെ നിന്ന് വരേണ്ട ഒരു കൂട്ടുമില്ല, ഓളിങ്ങനെ ഇരുന്ന് സംസാരിക്കുക തന്നെ. പിന്നെ ഇപ്പോൾ ഓല് രണ്ടാളും കൂടി കണ്ടാലും അങ്ങനെ തന്നെ കേട്ടോ, അവർ രണ്ടാളും ഒരേ ഏജാണ്. അപ്പോൾ അവർക്ക് കണ്ടാൽ ഒരുപാട് പറയാനും ചിരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത വരയിൽ വായ പോകാനിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച്. അപ്പം ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അപ്പുറപ്പുറമുള്ളതൊക്കെ എളാപ്പാൻ്റെ മുത്താപ്പാൻ്റെ ഒക്കെ മക്കളെ പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള വീടുകളാണ്. അപ്പോൾ അവിടെ ഒന്നും കയറിയിട്ടില്ല. അവിടെയൊക്കെ കയറിയ ഒരാൾക്ക് പരാതിയാകും. അപ്പോൾ പിന്നെ എവിടെയും കയറാതെ ഞങ്ങളിങ്ങനെ നേരെ പോകും. അങ്ങനെ വീട്ടിലുമ്മ ചോറും കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്, ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വന്നേക്ക് തന്നെ എടുത്ത് കുടിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി നോക്കുകയാണ്. ചോറുണ്ണലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടുന്ന് വീട്ടിൽ നിന്ന് പോയത്. പിന്നെ ഞങ്ങൾ ഒരു 1:30 ആയിട്ടുണ്ട് വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ. അപ്പോഴത്തേനും എന്താ ചോറും കറിയും ഒക്കെ എല്ലാം ടേബിളുമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണതിൻ്റെ മുമ്പ് തന്നെ കറിയൊക്കെ ആക്കി ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് മാത്രമേ ഊറ്റാനുണ്ടായിരുന്നുള്ളൂ, ബാക്കി മീനൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. എൻ്റെ വീടും താത്താൻ്റെ വീടും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോകുന്നതും വരുന്നതൊക്കെ ഒരേ വണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് റിസപ്ഷനൊക്കെ ഉള്ള കാരണം ഞാൻ ഓളോട് തന്നെ നേരത്തെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓള് രാവിലെ വന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ വൈകിട്ടാണ് വന്നത്. ഇപ്പോൾ തിരിച്ച് പോകുമ്പോഴും അങ്ങനെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്.